ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് അവകാശവാദമുന്നയിച്ചിരിക്കുകയാണ് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ. സമാപിച്ച ദുലീപ് ട്രോഫിയിൽ സിക്സർ വേട്ടക്കാരിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് അദ്ദേഹം സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. ബംഗ്ലാദേശിനെതിരെ തീർച്ചയായും താൻ ടീമിൽ സ്ഥാനമർഹിക്കുന്നതായും സഞ്ജു കാണിച്ചു തന്നിരിക്കുകയാണ്. ശ്രേയസ് അയ്യർ നയിച്ച ഇന്ത്യ D ടീമിന് വേണ്ടിയാണ് ദുലീപ് ട്രോഫിയിൽ അദ്ദേഹം കളിക്കാനിറങ്ങിയത്. ആദ്യ മത്സരത്തിൽ പ്ലേയിങ് 11 ഭാഗമാവാൻ സാധിച്ചില്ലെങ്കിലും തുടർന്നുള്ള 2 കളിയിലും ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിരുന്നു സഞ്ജു. സെഞ്ചുറിയടക്കം നേടി ബാറ്റിങ്ങിൽ അദ്ദേഹം കസറുകയും ചെയ്തു. ദുലീപ് ട്രോഫിയിൽ വെറും 2 മത്സരങ്ങളിൽ മാത്രമേ ഇന്ത്യൻ D ടീമിനായി കളിച്ചുള്ളൂവെങ്കിലും സിക്സർ വീരന്മാരിൽ ഒന്നാമനാവാൻ സഞ്ജു സാംസണിന് ഇത് ധാരാളമായിരുന്നു. 2 മത്സരങ്ങളിലായി 4 ഇന്നിംഗ്സുകളിലാണ് അദ്ദേഹം ബാറ്റ് വീശിയത്. ഇവയിൽ നിന്നും 8 സിക്സറുകൾ അടിച്ചെടുക്കുകയും ചെയ്തു. ടീം അംഗമായ റിക്കി ബൂയിയും 8 സിക്സറുകൾ തന്നെ നേടി രണ്ടാമതെത്തിയെങ്കിലും അദ്ദേഹം സഞ്ജുവിനേക്കാൾ 2 ഇന്നിംഗ്സുകൾ അധികം കളിച്ചിട്ടുണ്ട്. 6 ഇന്നിംഗ്സുകളിലാണ് ബൂയി 8 സിക്സർ പായിച്ചത്. അക്ഷർ പട്ടേൽ, റിയാൻ പരാഗ്, ആകാശ് ദീപ്, മുഷീർ ഖാൻ എന്നിവരാണ് സിക്സർ നേട്ടത്തിൽ 3 മുതൽ 6 വരെ സ്ഥാനങ്ങളിലുള്ള താരങ്ങൾ. ഇഷാൻ കിഷന് 4 ഇന്നിംഗ്സിൽ വെറും 3 സിക്സർ നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യ D ടീമിനായി 4 ഇന്നിംഗ്സുകളിൽ നിന്നും 196 റൺസാണ് സഞ്ജുവിൻ്റെ സമ്പാദ്യം. 49 ശരാശരിയിൽ 95.60 എന്ന കിടിലൻ സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ഇത്രയും റൺസ് എടുത്തത്. ടൂർണമെൻറ്റിൽ 1 സെഞ്ചുറി തൻ്റെ പേരിൽ കുറിക്കാനും സഞ്ജുവിനായിരുന്നു. ഇന്ത്യ Bക്കെതിരെ കഴിഞ്ഞ ദിവസം ഇന്ത്യ D 257 റൺസിന് ജയിച്ച കളിയിലാണ് ആദ്യ ഇന്നിംഗ്സിൽ അദ്ദേഹം സെഞ്ചുറി കണ്ടെത്തിയത്. 101 ബോളിൽ 12 ഫോറും 3 സിക്സറുമടക്കം 106 റൺസുമായി സഞ്ജു മിന്നിക്കുകയായിരുന്നു. അടുത്ത മാസമാണ് ബംഗ്ലാദേശുമായി 3 T20കളുടെ പരമ്പരയിൽ ഇന്ത്യ ഏറ്റുമുട്ടുക. ഈ പരമ്പരയ്ക്കുള്ള ടീമിനെ വൈകാതെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന് T20 പരമ്പരയിൽ വിശ്രമം അനുവദിക്കാനിടയുണ്ട്. വരാനിരിക്കുന്ന തിരക്കേറിയ അന്താരാഷ്ട്ര മത്സരങ്ങൾ പരിഗണിച്ചാണിത്. ന്യൂസിലാൻഡുമായി അടുത്ത മാസം 3 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ കളിക്കാനിരിക്കുകയാണ്. അതിന് പിന്നാലെ സൗത്ത് ആഫ്രിക്കയിൽ 4 T20കളുടെ പരമ്പരയുണ്ട്. തുടർന്ന് ഓസ്ട്രേലിയയിലേക്ക് പറക്കുന്ന ഇന്ത്യൻ ടീം അവിടെ 5 ടെസ്റ്റുകളും കളിക്കും. ഈ 2 ടെസ്റ്റ് പരമ്പരകളിലും ടീമിൻ്റെ തുറുപ്പുചീട്ടാണ് ഋഷഭ്. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിനെതിരായ അപ്രസക്തമായ പരമ്പരയിൽ ഋഷഭിന് വിശ്രമം നൽകാൻ ഇന്ത്യ ആലോചിക്കുന്നത്. ഋഷഭിൻ്റെ അഭാവം സഞ്ജു സാംസണിനെ ഈ പരമ്പരയിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കും ഉയർത്തും. ദുലീപ് ട്രോഫിയിലെ മികച്ച പ്രകടനവും സിക്സർ വേട്ടയിൽ ഒന്നാമനായതും അദ്ദേഹത്തിന് പ്ലസ് പോയിന്റായി മാറുന്ന കാര്യങ്ങളാണ്. സഞ്ജുവിനെ കൂടാതെ ഇഷാൻ കിഷനായിരിക്കും ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ആയേക്കുക. കാരണം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിവരവിൽ തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്.